ആ എത്തിയോ? ഗായത്രിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ട്യൂഷൻ ഇല്ലാത്തപ്പോ ഗായത്രിക്ക് ഇക്കരയ്ക്ക് ഒന്ന് വന്നൂടെ? ഒരാശ്വാസത്തിന് നിങ്ങളൊക്കെ അല്ലാതെ ആരാ ഉള്ളത്? ഞാൻ തമ്പി ഒന്ന് കാണട്ടെ. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. പിന്നെ കോണി അധികം കയറാനും ഇറങ്ങാനും ഒന്നും നിൽക്കണ്ട. വരട്ടെ. നീ ഇങ്ങോട്ടിരിക്കേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് അറിഞ്ഞത്. അമ്മാവനൊരു ദേഷ്യത്തിന് എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? ആസ്പത്രി കെട്ടിടം വിൽക്കണമെങ്കിൽ വിൽക്കട്ടെ. ആർക്കും ഇല്ലാതെ അതങ്ങനെ കിടന്ന് നശിക്കണതിലും നല്ലതല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? കുഞ്ഞുണ്ണിയാര് പറഞ്ഞു. അതങ്ങനെ കിടക്കണത് ഒരാശ്വാസമായിരുന്നു. വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് എന്നെങ്കിലും എന്റെ കുഞ്ഞ് തിരിച്ചു വരും, ആശുപത്രി തുടങ്ങുന്നൊക്കെ ഉള്ള ഒരാശ ഇല്ലാണ്ടാവോന്നറിഞ്ഞപ്പോ ഇപ്പൊ എന്താ അമ്മാവന് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ കുട്ടി. 2 ദിവസം മുമ്പ് ഉറക്കത്തിൽ കിടന്ന് ഞാൻ മോനെ മോനേന്ന് വിളിച്ച് കരഞ്ഞു അത്രേ. അന്നു മുതലായി ഈ ഇളക്കം. വിൽക്കണ്ടെന്ന് പറയാൻ ഞാൻ 2-3 വട്ടം ആഞ്ഞതാ. ധൈര്യം കിട്ടണില്ല. നിനക്കൊന്ന് പറയാമോ? ഞാനോ? വേറെ ആരോടാ ഞാൻ പറയാ? നീ പറഞ്ഞാൽ അമ്മാവൻ കേൾക്കും. അമ്മായിക്ക് വേണ്ടി ഒന്ന് പറയൂ മോളെ. സുഭദ്ര കണ്ടോ? ഓ, ഡോക്ടർ എന്താ പറഞ്ഞേ? പതിവായിട്ട് പറയാറുള്ളത് തന്നെ. ഹാർട്ടാണ്, വാൽവാണ്. ഇതൊക്കെ പണ്ടേ അറിയാവുന്ന കാര്യല്ലേ. സൂക്ഷിക്കില്ല, സമയത്ത് മരുന്ന് കഴിക്കില്ല. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആരോടും മിണ്ടാണ്ട് കൊണ്ടു കിടക്കും. സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പാ കൊണ്ട് എടുക്കാറാകുമ്പോഴേ ബാക്കിയുള്ളവർ അറിയൂ. താനിത് എവിടെയായിരുന്നു? വിളിച്ചു വിളിച്ച് തൊണ്ട പൊട്ടിയല്ലോ. ആ ഉമ്മറത്തേക്കും തുപ്പി വൃത്തിയിടാക്കരുത്. ആ വഷളൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ആ ഒക്കേത്തിനും തൻകാര്യം എന്നുള്ള വിചാരമേ ഉള്ളൂ. ഇന്ന് ബാങ്ക് തുറക്കണോന്ന് ചോദിച്ചു. പിന്നെ വേണ്ടേ? താക്കോലെടുത്ത് കൊടുത്തോളൂ. ആസ്പത്രി കെട്ടിടം വിൽക്കാൻ പോണെന്ന് കേട്ടു. അങ്ങനെ ഒരു ആലോചനയുണ്ട്. ഒരു ദുശകരമായിട്ട് എന്തിനാ അതങ്ങനെ ഇട്ടേക്കണത്? അമ്മായിക്ക് അത് വിൽക്കണതിൽ വിഷമമുണ്ട്. അയാൾ എന്തിനാ വിഷമിക്കണേ? അങ്ങനെ ഒരു വിഷമോ അവനില്ലല്ലോ. ഉണ്ടോ? വർഷം 16 കഴിയണു. ജീവിച്ചിരിക്കുന്നോ മരിച്ചോന്നറിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയോ അവൻ? അമ്മാവൻ എന്താ പറയാന്നുള്ള പേടിയുണ്ടാവും. പേടിയോ? അവനോ? അതുണ്ടായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. ഇത് പേടിയല്ല, വാശി. ഞാൻ തോറ്റിയെന്ന് അവന്റെ കാല് പിടിക്കണം. അതിന് ശ്രീമംഗലത്തെ രാജശേഖരൻ തമ്പി 2ാമത് ജനിക്കണം. കാണണമെന്ന് ഒട്ടും മോഹമില്ലേ അമ്മാവന്? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു മകനില്ല. ഇനി ഇങ്ങനെ വാശി പിടിച്ചിരുന്നാല്? വാശി എനിക്ക് മാത്രമല്ലല്ലോ, നിനക്കൂല്ലേ? എനിക്ക് ആരോടും ഒരു വാശിയില്ല. പിന്നെന്തിനാ വിവാഹം പോലും വേണ്ടാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണത്? ഒന്നും ഓർക്കാതെയും ഓർമ്മിപ്പിക്കാതിരിക്കുക നല്ലത്. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. അങ്ങനെ അങ്ങോട്ട് സമാധാനിക്കാം. ഞാൻ ഇറങ്ങാം. ഇങ്ങോട്ടുള്ള വഴി മറക്കണ്ട.
അമേരിക്കൻ പരിപാടി കഴിഞ്ഞ് എപ്പോ എത്തി? ഓ കുറച്ച് ദിവസമായി. അമേരിക്കയിൽ കഥകളിക്കൊക്കെ നല്ല മാർക്കറ്റ് ആണ് അല്ലേ? മാർക്കറ്റിൽ ചെന്നിട്ടാ കഥകളി കാരണം തമ്പിയില്ലേ ഇവിടെ? അകത്തുണ്ട്. ഒരുമാതിരി പുഴുങ്ങിയ സിരിക്കരുത് അറിയുമോ? നമസ്കാരം. താനപ്പെത്തി ഒരാഴ്ചയായി. എവിടൊക്കെ കറങ്ങി? ഓ ഒത്തിരി സ്ഥലത്ത് കറങ്ങി. ഈ പ്രായത്തില് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് കരുതിയിരുന്നില്ല. ഇരിക്കെ. ആ തന്റെ മകനെ കണ്ടോ? ഹൂസ്റ്റണിൽ വെച്ചിട്ടാ. അവിടെ ഒരു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടിയെ. കളി കഴിഞ്ഞപ്പോ എന്നെ കാണാൻ വന്നു. കണ്ണടയൊക്കെ വെച്ചൊരു മധ്യവയസ്കൻ. അറിയോ എന്ന് ചോദിച്ചപ്പോ അസാരൊന്ന് പരിങ്ങി. ശ്രീമംഗലം ബംഗ്ലാവിലെ രാജശേഖരൻ തമ്പി അറിയോ എന്നായി അടുത്ത ചോദ്യം. ദിടീന്ന് എനിക്ക് ഓടിത്തിരിഞ്ഞു. കണ്ടാ തിരിച്ചറിയില്ലടോ. കൂടെ കുടുംബം ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. മലയാളത്തിലാ, ഒരുതരം മാഷ്പൂഷ് മലയാളം. എനിക്കൊന്നും മനസ്സിലായില്ലടോ. പക്ഷെ മകള് നല്ല അസലായിട്ട് മലയാളം പറയണു. നല്ല കേരളീയത്വമുള്ള മുഖം. മുത്തച്ഛനെയും മുത്തശ്ശിയെയും നേരിട്ട് കണ്ടിട്ടുണ്ടോന്ന് ആ കുട്ടി എന്നോട് ചോദിച്ചേ. മിടുക്കിയ. അവന് ഇത്രയും വലിയൊരു മകളുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയണില്ലടോ. തന്റെ വിരലെ തൂങ്ങി നടന്നിരുന്ന ചെക്കൻ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നും. സത്യം പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവന്റെ കണ്ണു നിറഞ്ഞു. അവന്റെ ഇഷ്ടം നോക്കാതെ താൻ കല്യാണം ഉറപ്പിച്ചതിന് അവനാണോ കുറ്റക്കാരൻ? ആ കുട്ടിയോട് അവൻ അങ്ങനെ തോന്നിയിട്ടില്ലെന്നാ അവൻ പറയണേ. മുറപ്പെണ്ണെ തന്നെ കല്യാണം കഴിക്കണം നിയമമൊന്നുമില്ലല്ലോ. നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന അവന്റെ മോഹം. താൻ വിളിച്ചാ അവൻ വരും. അത് ഈ ജന്മത്തുണ്ടാവില്ല. വാശി കളയടോ. തനിക്ക് 10ഉം 12ഉം ഇല്ലല്ലോ. മരിച്ചാ കൊള്ളി വെക്കാൻ ആകെയുള്ള ഒരു ആൺതനി. താനൊന്നും തോറ്റു കൊടുത്തോണ്ട് ഒരു തെറ്റുമില്ല. തോറ്റു കൊടുക്കാൻ അവനല്ല എന്റെ അച്ഛൻ. അതിന് അച്ഛനും മകനും പോലെയല്ലോ നിങ്ങളിവിടെ കഴിഞ്ഞുകൂടിയത്. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ലാളന കൂടിപ്പോയി. പ്രായഭേദം നോക്കിയില്ല. അവൻ പറഞ്ഞപ്പോഴാ അടുത്ത മാസം തന്റെ 60ാം പിറന്നാളാന്ന് ഞാൻ അറിഞ്ഞേ. ഷഷ്ടിപൂർത്തിയായി. ഷഷ്ടിപൂർത്തി? തനിക്കിതൊന്നും ഓർമ്മയില്ലല്ലേ? തന്റെ പിറന്നാളൊന്നും അവൻ മറന്നിട്ടില്ല. എല്ലാ പിറന്നാളും അവരവിടെ ആഘോഷിക്കാറുണ്ട് അത്രേ. ഒക്കെ നല്ലതിനാടോ. വാശിയൊക്കെ കളഞ്ഞ് അവനെ തിരിച്ചു വിളിക്കേ. കണ്ണടച്ചു തുറന്നാ മറയണ ഈ മനുഷ്യ ജന്മത്തിനിടയ്ക്ക് എന്തിനാടോ? തനിക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? പിന്നെ അമേരിക്കയിൽ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന കാര്യം പറയാൻ ഞാൻ ഇങ്ങോട്ട് കയറേണ്ട ആവശ്യമുണ്ടോ? തന്നോട് ഇതൊക്കെ പറയാൻ വന്ന എന്നെ വേണം തല്ലാൻ. പിന്നെ തന്റെ ഷഷ്ടിപൂർത്തി അതൊന്ന് ആഘോഷിക്കണം. അതും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ.